ഹലോ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കമൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. കഴിഞ്ഞ ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോയിൽ ഒന്ന് രണ്ട് പേരുടെ ഒരു ഡൗട്ട്സ് ആയിരുന്നു. ഒരുപാട് പേരൊന്നുമില്ല, ഒന്ന് രണ്ട് പേരുടെ കുറച്ച് ഡൗട്ട്സും അതുപോലെ തന്നെ അവർ അങ്ങനെ അഡ്വൈസ് ചെയ്ത ഒരു വീഡിയോ കൂടിയാണ്. ഓയിലി സ്കിൻകാർക്ക് പറ്റുന്ന ഒരു ഫേസ് പാക്ക് സജസ്റ്റ് ചെയ്യൂ ചേച്ചിയും ചോദിച്ചിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണെന്ന്. ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നത് ഓയിലി സ്കിൻകാർക്ക് ഓയിൽ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ, അവരുടെ സെബം പ്രൊഡക്ഷൻ കുറയ്ക്കാനും, അതുപോലെ തന്നെ പിമ്പിൾസ് ഒക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഓപ്പൺ പോൾസ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പൺ പോൾസ് ഒക്കെ ഒന്ന് ഒരുവിധം കൺട്രോൾ ചെയ്യാനും, പിമ്പിൾസിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഫേസിൽ വരുന്ന ഈ ആൻറ്റി ഇൻഫ്ലോമേറ്ററി പോലെ ഒരു ഇച്ചിനെസ് ഒക്കെ വന്നിട്ട് നിങ്ങൾക്ക് ഒരു റാഷ് പോലെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട്, അതിൻ്റെ അടയാളങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു 3 തവണ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നത് 100% ഗ്യാരണ്ടി ആണ് കേട്ടോ. അങ്ങനത്തെ ഒരു ഫേസ് പാക്കാണ് ഇന്ന് കാണിക്കുന്നത്. ഈ ഫേസ് പാക്ക് പല പല പ്രൊഡക്റ്റുകൾ, പല പല ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്തുകൊണ്ട് പല പല പർപ്പസിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് മുൾട്ടാനി മിട്ടിയാണ് കേട്ടോ. ഈ മുൾട്ടാനി മിട്ടി എന്ന് പറയുന്നത് പല ബ്രാൻഡ്സിൻ്റെ അവൈലബിൾ ആണ്. ഇത് ഒരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല കേട്ടോ. ഞാനിതൊരു കടയിൽ നിന്ന് മേടിച്ചതാണ്. കടയിൽ നിന്നല്ല, ഒരു ഡോക്ടറെ അടുത്ത് നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ആയുർവേദ ഷോപ്പുകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ മുൾട്ടാനി മിട്ടി എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് മിട്ടി എന്ന് പറയുമ്പോൾ എന്താ, ഒരു കൈൻഡ് ഓഫ് മണ്ണാണ് കേട്ടോ. കളിമണ്ണ് പോലത്തെ ഒരു കൈൻഡ് ഓഫ് മണ്ണാണ് മുൾട്ടാനി മിട്ടി എന്ന് പറയുന്നത്. മുൾട്ടാനി എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ഒരു മണ്ണാണ് ഈ സംഭവം. ഒരു ക്ലേ ആണ് കേട്ടോ. ഈ ക്ലേ വെച്ചിട്ടാണ് നമുക്ക് സ്കിന്നിൽ ആൻറ്റി ഇൻഫ്ലോമേറ്ററി അതൊക്കെ കുറയ്ക്കാനും, ആൻറ്റി ഇൻഫ്ലോമേറ്ററി ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ സ്കിന്നിൽ ഉണ്ടാകുന്ന റാഷൊക്കെ കുറയ്ക്കാനും, പിന്നെ അത് മാത്രമല്ല, ഇന്ന് നമ്മൾ ഒരുപാട് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണല്ലോ സൺ ടാൻ, സൺബേൺ, അതൊക്കെ. അതിനൊക്കെ ആ ഒരു അടിപൊളി ഒരു സൊല്യൂഷൻ ആണല്ലോ. അത് ഞാൻ ഇപ്പോൾ ഈ റീസെൻ്റ്ലി ഇന്നലത്തെ ഒരു റീൽസിൽ, ഒരു ഡോക്ടർ റീൽസിൽ വീഡിയോസിലോ അവിടെയാണ് കണ്ടത്. നമ്മുടെ സൺ ടാൻ പോകാൻ അടിപൊളിയാണെന്നാണ് പറയുന്നത്. എല്ലാവർക്കും യൂസ് ചെയ്യാം. എന്നാൽ ഡ്രൈ സ്കിന്നുകാർക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാവും. കാരണം ഓൾറെഡി ഈ ക്ലേ എന്ന് പറയുന്നത്, മുൾട്ടാനി മിട്ടി എന്ന് പറയുന്നത് കുറച്ച് ഡ്രൈയിങ് ആക്കും നമ്മുടെ സ്കിന്നിനെ. അപ്പോൾ നമ്മൾ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്ന പ്രൊഡക്റ്റ് കുറച്ച് ഒരു ഓയിൽനെസ് ഉള്ള പ്രൊഡക്റ്റ് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈ സ്കിന്നുകാർക്കും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. വല്ല തൈരോ പാലൊക്കെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നത്, ഇന്ന് ഒരു ഓയിലി സ്കിൻകാർക്ക് വേണ്ടിയുള്ള ഒരു പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ മുൾട്ടാനി മിട്ടിയിലെ ഏറ്റവും കൂടുതൽ റിസൾട്ട് കണ്ടുവന്നിട്ടുള്ളത്, ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടു നോക്കി, ഒരുപാട് ഡോക്ടേഴ്സും ഈ ആയുർവേദ ഡോക്ടേഴ്സും ഒക്കെ റെഫർ ചെയ്യുന്നതാണ് ഈ മുൾട്ടാനി മിട്ടി ഓയിൽ പ്രൊഡക്ഷൻ കുറയ്ക്കാനും, പിമ്പിൾസ് വന്നവർക്ക് അതിൻ്റെ മാർക്സ് ഒക്കെ കളയാനും, പിമ്പിൾസ് വരാണ്ടിരിക്കാനും ഒക്കെ, ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ഒരു വന്നിട്ടുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മുൾട്ടാനി മിട്ടി. അതിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ ചേർന്ന് പോകുന്ന, അല്ലെങ്കിൽ കൂടുതൽ റിസൾട്ട് തരാനായിട്ട്, ഓയിൽ പ്രൊഡക്ഷൻ കുറയ്ക്കാനായിട്ട് യൂസ് ചെയ്യേണ്ട സംഭവമാണ് ഇത് മുട്ടയുടെ വെള്ളം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മുൾട്ടാനി മിട്ടി ആൻഡ് മുട്ടയുടെ വെള്ളം പ്ലസ് മുട്ടയുടെ വെള്ളം ചേരുമ്പോൾ ആണ് ഓയിലി സ്കിന്നുകാർക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത്. ഈ പാക്ക് നിങ്ങൾ ആഴ്ചയിൽ ഒരു 3 തവണ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 1 മന്ത് യൂസ് ചെയ്തിട്ട് നിങ്ങൾ റിസൾട്ട് നോക്കൂ. റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഒക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുൾട്ടാനി മിട്ടി ഫേസ് പാക്ക് ഇടാം. അതിന് നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻസ് കണ്ടിട്ട് വരാം. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെയും എൻ്റെ ഈ ചാനലിനെയും കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ ചാനലിൻ്റെ പേര് വ്ളോഗ്സ് ബൈ റെനി എന്നാണ്. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട്, ഇതുപോലുള്ള ബ്യൂട്ടി പേഴ്സണൽ കെയർ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമാണ്, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ട്, ഇങ്ങനത്തെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പാക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയിട്ട് വരാം. നമുക്ക് പാക്ക് തയ്യാറാക്കാനായിട്ടൊരു ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ വേണം കേട്ടോ. അപ്പോൾ അതിലോട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ മുൾട്ടാനി മിട്ടിയുടെ ഈ പൗഡർ എടുക്കാം. ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി മാത്രമാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ മതിയാവും കേട്ടോ. ഇനി നമുക്ക് നെക്ക്, അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ, കഴുത്തിലൊക്കെ ഇടണം എന്നുണ്ടെങ്കിൽ 2-2.5 ടീസ്പൂണൊക്കെ എടുക്കാം. അതിലോട്ട് മുട്ടയുടെ വെള്ളയാണ് കേട്ടോ, എഗ് വൈറ്റ് ആണ് എടുക്കുന്നത്. എഗ്ഗിൻ്റെ വൈറ്റ് മാത്രം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു തല പൊട്ടിച്ചിട്ട് ഇത്തിരി കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ നടു പൊട്ടിച്ചാൽ രണ്ടും കൂടെ വീണ് ചിലപ്പോൾ മിക്സായി പോവും. വൈറ്റ് പോർഷൻ മാത്രം മതിയാവും കേട്ടോ. അതിന് ശേഷം ഇതൊരു വേറൊരു ബൗളിലോട്ടാണ് ഞാൻ എടുത്തേക്കണം. എന്തിനാണെന്ന് വെച്ചാൽ ഇതൊരു ഇത്തിരി തിക്കായിട്ടാണല്ലോ, ഈ ജെല്ല് പോലെയാണല്ലോ മുട്ടയുടെ വൈറ്റ് പോർഷൻ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ കട്ടിയൊന്ന് കുറഞ്ഞ് ഒരു ലൂസാവും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പൊടിയിലോട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്യാൻ നമുക്ക് എളുപ്പമാവും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇത്രയും മിക്സ് ചെയ്തിട്ട് പോലും ഇത്തിരി ബുദ്ധിമുട്ടിയിട്ട്
നമ്മളൊരു ഫോർക്ക് യൂസ് ചെയ്തിട്ടൊന്ന് വിസ്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ടയൊക്കെ ഒന്ന് പോയി ലൂസായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത്തിരി മിക്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇത് രണ്ടും കൂടി യോജിച്ചെടുക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. കൈവച്ചോ വേണമെങ്കിൽ സ്പൂൺ കൊണ്ട് പറ്റണില്ല എന്നുണ്ടെങ്കിൽ കൈവച്ചിട്ടൊക്കെ ആയാലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് ഇത്തിരിയും കൂടി എന്താ പറയുക വേണ്ടോ, ഇച്ചിരി അധികം നമ്മൾ ടൈം എടുത്ത് ഇങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്യുമ്പം ഇങ്ങനെ പെട്ടെന്നായി കിട്ടും. കാരണം നമുക്കിത് മിക്സിയിലൊന്നും അടിക്കാൻ പറ്റില്ല, ഇത്തിരിയല്ലേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്ത ഒരു ഫേസ് ആണ് നമുക്ക് വേണ്ടത്. മേക്കപ്പോ സ്കിൻ കെയറോ ഒന്നുമില്ലാത്ത നല്ലൊരു ക്ലെൻസ് ചെയ്തൊരു ഫേസിലാണ് നിങ്ങൾ ഏതൊരു ഫേസ് പാക്ക് ഇട്ടാലും റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഇത് ആഴ്ചയിൽ ഒരു കലണ്ടർ പോലെ നിങ്ങൾ കുറിച്ച് വെക്കുകയാണെങ്കിൽ മറക്കാണ്ട് ചെയ്യാം കേട്ടോ. നല്ല റിസൾട്ടാണ്. നോർമൽ സ്കിന്നിനും ഓയിൽ സ്കിന്നിനും ഒക്കെ യൂസ് ചെയ്യാം. ഇപ്പം ഇന്ന് കാണിക്കുന്നത് ഓയിലി സ്കിന്നിനും അതുപോലെ തന്നെ ഫേസിൽ എന്തെങ്കിലും പിമ്പിൾസ് ഒക്കെ ഉണ്ടല്ലോ, പിമ്പിൾസ് വന്ന് പഴുത്ത് ഇങ്ങനെ നിൽക്കുന്നവർ ഒരിക്കലും ഒരു ഫേസ് പാക്ക് മുഖത്തിട്ടെടുത്തിട്ടാ. പിമ്പിൾസ് ഒക്കെ ഒന്ന് വന്ന് പോയി ഒന്ന് ഉണങ്ങിയതിന് ശേഷം മാത്രം നിങ്ങൾ ഫേസ് പാക്ക് ഇടാട്ടോ. പിമ്പിൾസ് വന്ന് ഇങ്ങനെ വീർത്ത് ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്ന സമയത്തൊക്കെ ഇടുകയാണെങ്കിൽ കൂടുതൽ നമുക്ക് ദോഷമാണ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഈ ഫേസ് പാക്ക് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് വെക്കുക കേട്ടോ. വല്ലാണ്ട് ഡ്രൈ ആവാൻ വെക്കരുത്. ഒരു 80% ഒന്ന് ഡ്രൈ ആയി എന്ന് വരികയാണെങ്കിൽ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് വെള്ളം സ്പ്രേ ചെയ്തിട്ടോ ഒന്ന് തിളച്ചിട്ടോ ഒന്ന് വെറ്റാക്കിയിട്ടുണ്ട്. ഇനി മസ്റ്റായിട്ട് ചെയ്യേണ്ട സംഭവമാണ് കേട്ടോ മോയ്സ്ചറൈസിങ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്ന ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ എടുത്തിട്ട് വല്ലാണ്ട് ഒരു മോയ്സ്ചറൈസർ എടുക്കുമ്പം എപ്പോഴും വല്ലാണ്ട് ഓയിലി ആവാണ്ട് ഫേസിലിരിക്കുന്ന ഒരു മോയ്സ്ചറൈസർ നോക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫേസിൽ
ഇപ്പോൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ അറിയാലോ ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസറാണ്. എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എനിക്ക് ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ എന്ന് ചോദിച്ചാൽ ന്യൂട്രിഡേമാണ് കേട്ടോ. അപ്പോൾ മാറി മാറി യൂസ് ചെയ്യാറുണ്ട്. ഇതും സെറ്റാഫിലിൻ്റെ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. രാത്രി കിടക്കുമ്പോൾ സെറ്റാഫിലും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ മാത്രമാണ് ഞാൻ ന്യൂട്രിഡേം എടുക്കാറുള്ളൂ കേട്ടോ. അറിയാലോ ഭയങ്കര അഫോർഡബിൾ ആണ്. അപ്പോൾ നമ്മളെ കൊണ്ട് താങ്ങാത്തത് കൊണ്ട് അപ്പം ഞാൻ വീട്ടിലൊക്കെ നിൽക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ പകലൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യും. നമ്മുടെ ന്യൂട്രിഡേമിൻ്റെ ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്യും. കഴിഞ്ഞു, കുറച്ചും കൂടി ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ രാത്രി കിടക്കുമ്പോൾ ഒരു സ്കിൻ കെയർ, അതുപോലെ തന്നെ രാവിലെ എണീക്കുമ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ സെറ്റാഫിലിൻ്റെ ആണ് യൂസ് ചെയ്യാറ്. സെറ്റാഫിൽ ഞാനിപ്പോൾ കാണിച്ചു തരാൻ എടുത്തിട്ടില്ല, എൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ ഉണ്ട്. ഒരു ഡബ്ബയിലാട്ട് അപ്പോൾ വാങ്ങിച്ചേക്കണ ട്യൂബ് നമുക്ക് ഭയങ്കര നഷ്ടമാണ്. അപ്പോൾ ഞാൻ ഡബ്ബയില മേടിച്ചത്. ഇപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഫേസൊക്കെ. ഈ നല്ല മുൾട്ടാണിമിട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മരുന്ന് മേടിക്കുന്ന കടയിലൊക്കെ, ആയുർവേദ കടയിലൊക്കെ നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും. ഈ ഓൺലൈനിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അത്ര കണ്ട് നല്ലതാണെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഉണ്ടാവുമായിരിക്കും. ഈ ഗാത്തിയുടെ ഒക്കെ നോക്കി മേടിക്കുകയാണെങ്കിൽ നല്ലൊരു മുൾട്ടാണിമിട്ടി നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് പേര് ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നോക്കിയപ്പം വീഡിയോ കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. കാണുന്നതല്ലേ, അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം അടുത്തൊരു നല്ല ടോപ്പിക്കായിട്ട് വരുന്നത് വരേക്കും. ടിൽ ദെൻ ബൈ.